ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ സെപ്റ്റംബർ റീഡ്സ് പ്ലസ് എനിക്ക് പുസ്തകങ്ങളെ പറ്റിയുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ജിസ്മ ഫൈസിന്റെ എന്റെ അരുമയായ പക്ഷിക്ക്. ഇത് ആക്ച്വലി ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് ജേണലോ എന്ന് അത്യാവശ്യം നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു പുസ്തകമാണ്. അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള വായനാനുഭവം എനിക്ക് സമ്മാനിച്ച ഒരു പുസ്തകമാണ് ജിസ്മ ഫൈസിന്റെ എന്റെ അരുമയായ പക്ഷിക്ക്. വായിച്ചിട്ടില്ലാത്ത തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തെ പുസ്തകം ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത. ഇത് ആക്ച്വലി ഒരു നടന്ന സംഭവമാണ്. ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത്രത്തോളം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത. മൂന്നാമത്തെ പുസ്തകം ലിജീഷ് കുമാറിന്റെ കഞ്ചാവ്. ആക്ച്വലി ഈ പുസ്തകം ഞാൻ ഓൾറെഡി വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്നിരുന്നാൽ പോലും ഇത് 1-2 അധ്യായങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും ഈ മാസം ഇരുന്ന് വായിക്കുകയായിരുന്നു. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസെന്റ് ആയിട്ടുള്ള വായന നമുക്ക് നൽകുന്ന ഒരു പുസ്തകമാണ് ലിജീഷ് കുമാറിന്റെ കഞ്ചാവ്. അവസാനത്തെ പുസ്തകം സൃഷ്ടി ചൗധരിയുടെ വൺസ് അപ്പോൺ എ കർഫ്യൂ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഇത് ആക്ച്വലി ഈ പുസ്തകം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പുസ്തകം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരുപാട് പേജുകളുള്ള ഒരു ബുക്കാണെങ്കിൽ പോലും നമുക്ക് ഒരൊറ്റ ഇരിപ്പിൽ നിന്ന് വായിച്ചു തീർക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് സൃഷ്ടി ചൗധരി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യമുള്ള വായനക്കാർ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാം. അപ്പം ഈ 4 പുസ്തകങ്ങളായിരുന്നു ഞാൻ സെപ്റ്റംബറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഏതെങ്കിലും പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പുസ്തകങ്ങളെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. Thanks for watching.